Good morning students. Welcome to Karma Academy. ഇന്ന് നമ്മൾ ബാങ്കിങ് അവയർനെസ് ആണ് നോക്കാൻ പോകുന്നത്. ബാങ്കിങ് അവയർനെസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാം. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബാങ്കിങ് അവയർനെസ്. കുറച്ച് ശ്രദ്ധയോടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് പോർഷനിലേക്ക് കടക്കാം. നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്ക് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ഇന്ത്യയിൽ ബാങ്കിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഏത് രീതിയിൽ? RBI ആക്ട് ഓഫ് 1939 അണ്ടറിൽ ബാങ്ക്സിനെ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുമ്പം RBI ആക്ട് ഓഫ് 1939 സെക്കൻഡ് ഷെഡ്യൂളിൽ ഏത് ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഓക്കെ, ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയായിരിക്കണം? നോട്ട് ലെസ് ദാൻ 5 lakh, മിനിമം 5 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ ബാങ്കുകൾ, റൂറൽ ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അപ്പം ഷെഡ്യൂൾഡ് ബാങ്ക്സിന് നമ്മൾ പറഞ്ഞു മിനിമം ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ആയിരിക്കണം? ₹5 lakh ഓർ മോർ ആയിരിക്കണം. അപ്പം നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആകുമ്പം ലെസ് ദാൻ 5 lakh ആയിരിക്കും. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? ലെസ് ദാൻ 5 lakh. ഓക്കെ, ഇവർ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവരെന്തിൽ ഇൻക്ലൂഡഡ് അല്ല? സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ടിൽ ഇൻക്ലൂഡഡ് അല്ല. RBIക്ക് സ്പെസിഫിക് കൺട്രോൾസും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെയും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി. ഇനി സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാണ് റിസർവ് ബാങ്ക് സെറ്റപ്പ് ചെയ്തത്? 1935 റിസർവ് ബാങ്ക് സെറ്റപ്പ് ചെയ്തത് അണ്ടർ ദി RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. അപ്പോൾ റിസർവ് ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ആയതെന്ന് ചോദിച്ചാൽ 1935. അണ്ടർ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ 1934. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതേപോലെ SBI, LIC, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ബാങ്കുകളുടെയും എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? മുംബൈയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്, മുംബൈ. ഓക്കെ, അപ്പോൾ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ RBI ഗവർണർ നമ്മുടെ 26th RBI ഗവർണറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സഞ്ജയ് മൽഹോത്ര. നമ്മുടെ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണെന്ന് ഓർത്ത് വയ്ക്കുക. സഞ്ജയ് മൽഹോത്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര്. നമ്മുടെ എത്രാമത്തെ RBI ഗവർണർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. 26ാമത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇനി നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ താഴെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ബാങ്കർ ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ക്ലിയറിംഗ് ഹൗസ് ഫോർ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെൻറ്റ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇതെല്ലാം ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പം അവർക്ക് മെയിനായിട്ട് പ്രൈമറി ആയിട്ടും 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. 2, ലെൻഡിങ് ഓഫ് മണി. അക്സെപ്റ്റൻസും ലെൻഡിങ് ആണ് ഇവരുടെ മെയിൻ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മറ്റ് അലൈഡ് ഫങ്ഷൻസ് ആണ് ക്യാപിറ്റൽ ക്രിയേഷൻ, ക്രെഡിറ്റ് ക്രിയേഷൻ ആൻഡ് ലിക്വിഡിറ്റി ക്രിയേഷൻ. ഇനി ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഗവേൺസ് ദ ആക്ടിവിറ്റീസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ആണ് ഇത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഈ ഒരു ടേം ഓർത്ത് വയ്ക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, 1949. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുകളെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പിന്നെ അത് കൂടാതെ ഫോറിൻ ബാങ്ക്സ് എന്നും റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പം ആ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ മെജോറിറ്റി ഓഫ് സ്റ്റേക്കും ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ മെജോറിറ്റി ഓഫ് സ്റ്റേക്കും ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ദ മെജോറിറ്റി ഓഫ് ദ സ്റ്റേക്സ് ആർ ഹെൽഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. പ്രൈവറ്റ് കമ്പനികളോ ഇൻഡിവിജ്വൽസോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ബാങ്കുകളുടെ മെജോറിറ്റി സ്റ്റേക്സും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് SBI. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI. അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന്റെ എക്സാമ്പിൾ ആണ് ഇത് HDFC ബാങ്കും ICICI ബാങ്കും. ഓക്കെ, ഇനി അതേപോലെ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുമ്പം ദേ ഓപ്പറേറ്റ് പ്രൈവറ്റ്ലി ഇൻ ഇന്ത്യ. അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യും. ബട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും എവിടെയായിരിക്കും? മറ്റൊരു രാജ്യത്തായിരിക്കും, ഒരു വിദേശ രാജ്യത്തിലായിരിക്കും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇവരുടെ എക്സാമ്പിൾ ആണ് HSBC ബാങ്ക്, സിറ്റി ബാങ്ക്, CITI ആണ് സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഇപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ബാങ്കുകളുടെ പേര് തന്നിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷനിൽ വരാം. അപ്പം HSBC, സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് ഒക്കെ ഏത് ടൈപ്സ് ഓഫ് ബാങ്ക് ആണ്? ഫോറിൻ ബാങ്ക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആ ഒരു 26 സെപ്റ്റംബർ 1975. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 26 സെപ്റ്റംബർ 1975 ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നുണ്ട്. ഏത് ആ ടൈമിൽ ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ആ ടൈമിൽ. 26 സെപ്റ്റംബർ 1975 ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് RRB ആക്ട് ഓഫ് 1976. RRB ആക്ട് വരുന്നത് 1976 ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ സഫീഷ്യന്റ് ബാങ്കിങ് ഫെസിലിറ്റീസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും കൂടി എങ്ങോട്ടേക്ക് കൊണ്ടുവരിക? ഈ റൂറൽ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ വില്ലേജസിലേക്ക്. മെയിനായിട്ട് ഇന്ത്യയിൽ കൂടുതൽ ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്. അപ്പം ആ ഏരിയാസിലേക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് ഏത്? റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ നരസിംഹൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. ഇനി ഇവരുടെ ക്യാപിറ്റൽ ഇഷ്യൂ റേഷ്യോ നമ്മൾ ഓർത്ത് വെക്കുക. 50:35:15 എന്നാണ് ക്യാപിറ്റൽ ഇഷ്യൂ റേഷ്യോ. അതിൽ 50% എപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ, 35% എപ്പോഴും അവർക്കൊരു സ്പോൺസേർഡ് ബാങ്ക് ഉണ്ടാവും. ആ സ്പോൺസേർഡ് ബാങ്കിന്റെ അണ്ടറിലും 15% പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്താണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്താണ്, ഫോറിൻ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനുള്ളത് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. ഓക്കെ, ഈ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പം അവരൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലോങ് ടേമിലേക്കുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യുക, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, ലോങ് ടേമിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. എന്തിന്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഫെസിലിറ്റീസിലേക്കോ. ഓക്കെ, their lending yields low rate of return. Funding is done for irrigation system, urban infrastructure, mining and heavy industries. ഓക്കെ, ഇനി അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിരിക്കും. അപ്പോൾ അവർ എന്തിന്റെ ബേസിസിലാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ഇനി അവരുടെ ഒരു വർക്കിംഗ് മോട്ടോ എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ബാങ്കിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നബാർഡാണ്
National Bank for Agriculture and Rural Development is the apex body of rural cooperative banks in India, where RBI is the apex authority of urban cooperative. Urban cooperative banks in the apex authority Reserve Bank of India. റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അപ്പെക്സ് അതോറിറ്റി ആരായിരിക്കും? നബാർഡുമായിരിക്കും. അത് നിങ്ങൾ ആ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എനിയോണ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വഡോദര, ഗുജറാത്ത്. ഓക്കെ, ഈ പേരും നിങ്ങൾ ഓർത്ത് വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി അടുത്തത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവര് ഒരു സ്പെസിഫിക് എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് റീസൺസിന് വേണ്ടി മാത്രമായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. അവർ മെയിനായിട്ടും എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ആയിരിക്കും എന്ത് ബാങ്കിങ് യൂട്ടിലിറ്റീസും ഫെസിലിറ്റീസും ഫണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ അവരെന്ത് ചെയ്യും? ഈ റിസ്കിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും പറ്റിയിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷനും ആർക്ക് പ്രൊവൈഡ് ചെയ്യും? എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യും. അതാണ് എക്സിം ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ നബാർഡ്. 1982 നബാർഡ് ഫോം ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ. ഇവരുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റും അതേപോലെ റൂറൽ പ്രോസ്പെരിറ്റി, മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ. റൂറൽ ഏരിയയിൽ ഒരു ബാങ്കിങ് ഇത് വരുമ്പം അവിടെ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അവിടുത്തെ കർഷകർക്കും മറ്റുള്ളവർക്കും ലഭിക്കുന്ന ഫിനാൻസ് സോഴ്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഏരിയയിൽ വരുമ്പം ഓൾറെഡി ആ ഏരിയ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റ് എയിം ചെയ്തുകൊണ്ടുവന്ന സ്ഥാപനമാണ് ഏത്? നബാർഡ്. ഓക്കെ, അപ്പം അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, ഇറിഗേഷൻ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അവരെ ഫാമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എന്ത് നബാർഡിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി അടുത്തത് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സ്മോൾ സ്കെയിലുള്ള ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുക, അവർക്ക് പുതിയ ടെക്നോളജിക്കൽ ഐഡിയാസും ഇതൊക്കെ കൊടുക്കുന്നവർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുക, പുതിയ ഐഡിയാസ് അത് പ്രൊമോട്ട് ചെയ്യുക, ഇതെല്ലാമാണ് സിഡ്ബിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി മണി എന്ന് പറയുന്നത് എന്താണ്? മണി അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വേർ എ പേഴ്സൺ യൂസസ് ടു സാറ്റിസ്ഫൈ ഹിസ് നീഡ്സ്. ഇതാണ് മണിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇത് മീൻ ചെയ്യുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനം എനിക്ക് വാങ്ങണമെങ്കിൽ ആ സാധനത്തിന് പകരമായിട്ട് ഞാൻ കൊടുക്കുന്ന മൂല്യമാണ് എന്ത്? മണി എന്ന് പറയുന്നത്. ഓക്കെ, money can be virtually anything as long as it is capable of satisfying the three conditions. That is, അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയണം, അതിന് സ്റ്റോർ ചെയ്യുമ്പോൾ വാല്യൂ ഉണ്ടാകണം, അതേപോലെ ഇതൊരു യൂണിറ്റ് ഓഫ് അക്കൗണ്ടിൽ ആയിരിക്കണം. ഓക്കെ, ഇനി കമ്മോഡിറ്റി മണി ഉണ്ട്. ടൈപ്സ് ഓഫ് മണിയിൽ കമ്മോഡിറ്റി മണി ഉണ്ട്. മീൻസ് ഇറ്റ്സ് ഫിയറ്റ് കമ്മോഡിറ്റി മണി എന്ന് പറയുമ്പം ഇറ്റ്സ് എ സിമ്പിൾ മണി വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ബാർട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന മണിയാണ്. ബിക്കോസ് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, അങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്ന മണിയാണ് കമ്മോഡിറ്റി മണി. ഇനി ഫിയറ്റ് മണി എന്ന് പറയുമ്പം അതൊരു ഗവൺമെൻറ് ഇഷ്യൂഡ് കറൻസിയാണ്, പക്ഷെ അവർ ആ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ഗോൾഡിൻ്റെ ബാക്കപ്പോട് കൂടിയല്ല. ദാറ്റ് ഈസ് ഫിയറ്റ് മണി. ഇനി അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് മണിയും ഫിഡ്യൂഷ്യറി മണിയും ഉണ്ട്. ഓക്കെ, ഇനി മണി സപ്ലൈ എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക ടൈമിൽ, ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള മണിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മണി സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആണ് ആ രാജ്യത്തെ മണി സപ്ലൈയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ആ അപ്പം ഇന്ത്യ എന്നല്ല, ഏതൊരു രാജ്യത്താണെങ്കിലും ആ ഇക്കോണമിയിൽ സപ്ലൈ ചെയ്തിരിക്കുന്ന മണിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്കോണമിയിൽ മണി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്
ആ മണി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും പിടിച്ചു നിർത്താനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്? മോണിറ്ററി പോളിസി. ഓക്കെ, ഇനി ആർ ബി ഐയുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് ആർ ബി ഐ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് റിപ്പോ റേറ്റ്. ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷോർട്ട് ടേം ആയിട്ട് ബാങ്കുകൾക്ക് എമൗണ്ട് ലെൻഡ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന റേറ്റ് ആണ് ഏത്? റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പം റിസർവ് ബാങ്ക് ക്യാഷ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും അബ്സോർബ് ചെയ്യുമ്പോൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ക്യാഷ് റിസർവ് ബാങ്ക് അബ്സോർബ് ചെയ്യുമ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇനി റിസർവ് മണി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് എസ് ബേസ് മണി അല്ലെങ്കിൽ ഹൈ പവേർഡ് മണി എന്നാണ് റിസർവ് മണിയെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ മോണിറ്ററി, ആർ ബി ഐയുടെ ടോട്ടൽ മോണിറ്ററി ലൈബിലിറ്റീസിനെയാണ് റിസർവ് മണി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പാരാ ബാങ്കിങ്. പാരാ ബാങ്കിങ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബാങ്കിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്. ദാറ്റ് ഇസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മറ്റ് ചില പ്രധാനപ്പെട്ട സർവീസസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പാരാ ബാങ്കിങ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് സർവീസസിനെയാണ് നമ്മൾ പാരാ ബാങ്കിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പാരാ ബാങ്കിങ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ബാങ്ക്സ് can undertake other financial services rather than the basic functions. അവരുടെ ബേസിക് ഫങ്ഷൻസ് അല്ലാതെ മറ്റ് കസ്റ്റമേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പാരാ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് നാരോ ബാങ്കിങ്. നാരോ ബാങ്കിങ് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ബാങ്ക്സ് ഇൻവെസ്റ്റ് മണി മോസ്റ്റ്ലി ഇൻ ഗവൺമെന്റ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ്. എന്ന് വെച്ചാൽ ഈ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അത് വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? ഈ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഗവൺമെന്റ് ബോണ്ട്സ് പോലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള എന്നാൽ ഹൈ പ്രൊഫൈലിൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്ന സംഭവങ്ങളിൽ എന്ത് ചെയ്യും? ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം മാർക്കറ്റ് റിസ്ക് ഇത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ എന്ത് സഹായിക്കും? നാരോ ബാങ്കിങ് എന്ന കൺസെപ്റ്റ് കൊണ്ട് സഹായിക്കും. ഈ നാരോ ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ടാർപോർ കമ്മിറ്റിയാണ്. ടാർപോർ കമ്മിറ്റി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ടാർപോർ കമ്മിറ്റി എന്നാണ് വരുന്നത് 1997 എന്ത് വരുന്നത്? ബാങ്കിങ് മേഖലയിലെ ഈ ലിക്വിഡിറ്റി അതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയോഗിച്ച, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? 1997 വന്ന ടാർപോർ കമ്മിറ്റി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് നോക്കാം. ഓഫ് ഷോർ ബാങ്കിങ്. ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുമ്പം ഈ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവരുടെ മെയിൻ ഓപ്പറേഷൻസ് നടക്കുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ചാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലായിരിക്കും എന്ത്? ഇവരുടെ ബ്രാഞ്ച് അതല്ലെങ്കിൽ ഇവരുടെ ഓപ്പറേഷൻസ് നടക്കുന്നത്. അപ്പം അവരുടെ മെയിൻ അവരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ they play an intermediate role between non-resident borrowers and lenders. NRI ആയിട്ടുള്ള ബോറോവേഴ്സും ലെൻഡേഴ്സും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് എപ്പോഴും ഓഫ് ഷോർ ബാങ്കിങ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, they do not carry a retail business but provide wholesale banking services like project financing, syndicate loans, etc. അപ്പം ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഗ്രീൻ ബാങ്കിങ്. ഗ്രീൻ ബാങ്കിങ് എന്ന് ഉള്ള പേര് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗ്രീൻ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. എന്തായിരിക്കും? ഗ്രീൻ ബാങ്കിങ് റെഫേഴ്സ് ടു ദ പ്രൊമോഷൻ ഓഫ് environmentally friendly practices and the reduction of banks' carbon footprints, which means ഈ ബാങ്കിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കാരണം എൻവയോൺമെന്റിന് ഉണ്ടാകുന്ന ഹാനി മാക്സിമം കുറയ്ക്കുക. അങ്ങനെ ആ ബാങ്കിന്റെ കാർബൺ ഫുട് പ്രിന്റ്സ് മാക്സിമം കുറയ്ക്കുക. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന്
മാക്സിമം പേപ്പർലെസ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് ട്രാൻസാക്ഷൻസ് മാക്സിമം കണ്ടക്ട് ചെയ്യുക. ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. ഈ ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് UPI ട്രാൻസാക്ഷൻസ്, അതല്ലെങ്കിൽ പേപ്പർലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. ഇപ്പൊ മുമ്പൊക്കെ നമ്മളൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ, നമ്മളൊരു ATM കാർഡിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ആ ബാങ്കിന്റെ പെർട്ടിക്കുലർ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അപ്ലിക്കേഷൻ ബാങ്കിൽ കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ ബാങ്കിനും അവരുടേതായ ആപ്പുകളുണ്ട്, അതല്ലെങ്കിൽ അവരുടേതായ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പം SBIയുടെ കാര്യം എടുക്കുകയാണ്. SBIയിൽ നമുക്കിപ്പം ATM കാർഡ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ ഫോം ഫില്ല് ചെയ്ത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമ്മുടെ ATM കാർഡ് കളഞ്ഞു പോയി എന്ന് വെക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ അവർ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് പറയും. നിങ്ങൾക്ക് ATM കാർഡ് ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ 1 അമർത്തുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസസ് ആണെങ്കിൽ 2 അമർത്തുക. ഈ രീതിയിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് നമ്മൾ ബാങ്കിന്റെ ടോൾ ഫ്രീ നമ്പറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഫുള്ളി ഓൺലൈൻ ആയിട്ട് നമ്മളൊരു ബാങ്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഫുള്ളി ഓൺലൈൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പം അവിടെ പേപ്പർ രഹിത ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ they invest and assist in investing environment friendly projects. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രോജക്ട്സിലേക്കുള്ള, അതല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഉണ്ടാവുന്ന എന്തെങ്കിലും ദോഷവശങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സിലേക്ക് എന്ത് ചെയ്യും, ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഗ്രീൻ ബാങ്കിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പം ഒരു കസ്റ്റമറിന് ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പം ആ പർട്ടിക്കുലർ പേഴ്സണ് എന്ത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും എന്ത് ചെയ്യുക, ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ തന്നെ പോകണം. ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഫസ്റ്റ് ഈ യൂണിറ്റ് ബാങ്കിങ് എന്ന കൺസെപ്റ്റ് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, USA ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക്. അവിടെ നമുക്കൊരു RD അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നമ്മൾ അക്കൗണ്ട് എടുത്ത് എല്ലാ ട്രാൻസാക്ഷൻസും മന്ത്ലി നമ്മൾ RD എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിൽ തന്നെ വന്നിട്ട് വേണം എന്ത് ചെയ്യാനും, ക്ലോസ് ചെയ്യാനും എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ. അതേപോലെ ലോക്കൽ ഏരിയ ബാങ്കുകളുണ്ട്. പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ ബാങ്ക് ബ്രാഞ്ച് തന്നെ വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പാരാ ബാങ്കിങ് ആണ്. പാരാ ബാങ്കിങ് എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ഓപ്പറേഷൻസ്, അതല്ലെങ്കിൽ അവരുടെ നോർമൽ ഫങ്ഷൻസ് കൂടാതെ മറ്റു പല സർവീസസും കസ്റ്റമേഴ്സിന് നൽകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാരാ ബാങ്കിങ് എന്ന് പറയുന്നത്. നാരോ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ബോൺസിലും സെക്യൂരിറ്റീസിലും എന്ന് വെച്ചാൽ റിസ്ക് വളരെ കുറവുള്ള എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ വളരെ കൂടുതലുള്ള ഗവൺമെന്റ് ബോൺസിലും സെക്യൂരിറ്റീസിലും എന്ത് ചെയ്യുകയാണ്, ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ നാരോ ബാങ്കിങ് എന്ന കൺസെപ്റ്റ് 1997ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാർപോർ കമ്മിറ്റിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഓഫ് ഷോർ ബാങ്കിങ് പറഞ്ഞു. ഓഫ് ഷോർ ബാങ്കിങ്ങിന്റെ ഒരു പ്രധാന പ്രത്യേകത, അവരെന്ത് ചെയ്യും, നോൺ റെസിഡന്റ് ബോറോവേഴ്സും ലെൻഡേഴ്സിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് അവർ വർക്ക് ചെയ്യും. ഇനി അടുത്തത് ഗ്രീൻ ബാങ്കിങ് ആണ്. ഗ്രീൻ ബാങ്കിങ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ രഹിത ട്രാൻസാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രൊജക്ട്സിലേക്ക് ബാങ്കുകൾ അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നോക്കുന്നതിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് ബാങ്കിങ്. ഈ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ആ ബാങ്കിങ്ങിന്റെ ഒരു കസ്റ്റമർ ഒരു പർട്ടിക്കുലർ ബാങ്കിങ് ഫങ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.